എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിഞ്ഞ ചില അത്ഭുത പ്രവൃത്തികളുണ്ട്. ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയാതിരുന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി താണ ഭൂമിയിലേക്ക് അയച്ചു. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന നമ്മെ അവൻ വലിച്ചു കയറ്റി ഉറപ്പുള്ള പാറമേൽ നിർത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രൂശിൽ തകർക്കപ്പെട്ടതിലൂടെ നമ്മുടെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുകയാണ്. അവൻ നിങ്ങളുടെ അകൃത്യമൊക്കെ മോചിക്കുന്ന ദൈവം, നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവം. അവൻ നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുകയാണ്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്ക വേണം. നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. അതേ, ഇന്ന് പകൽക്കാലം ദൈവം ചെയ്ത ഉപകാരങ്ങളെ നമുക്ക് ഓർക്കാം. ഒരു പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. ഈ കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവനും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം നമ്മെ സൂക്ഷിച്ചു. ദൈവം നമ്മെ ചുറ്റി പരിപാലിച്ചു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദി പറയാം. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി പറയാം. നന്ദിയുള്ളൊരു ഹൃദയമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിലെ കുറവുകളെ കണ്ടുണരാം. ഒരിക്കൽ കൂടെ ദൈവഹിതത്തിനായി നമുക്ക് സമർപ്പിക്കാം. ദൈവം നൽകിയ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാനും ശുശ്രൂഷിക്കുവാനും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.